പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുവാനുതകുന്ന തരത്തിൽ നിലനിന്നിരുന്ന അതിപുരാണവും മഹത്തായതും സമ്പന്നവുമായ ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടം തെക്കേ ഇന്ത്യയിലെ ശിവഗംഗ ജില്ലയിലെ കീലടി എന്ന ഗ്രാമത്തിൽ നിന്ന് കുഴിച്ചെടുത്ത ചരിത്ര പുരാവസ്തു ശേഖരത്തിൻ്റെ മുന്നിലായിട്ടാണ്. 2013 തുടങ്ങി 2014-15 കാലഘട്ടങ്ങളിലായി തമിഴ്നാട്ടിലെ പേരുകേട്ട മധുരമീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മധുരയിലെ വൈഗൈ നദിക്കരയിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് വകുപ്പ് ഖനനം നടത്തി കണ്ടെടുത്ത ശേഷിപ്പുകളിൽ സാക്ഷരയുള്ളതും പരിഷ്കൃതവും മായ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു സംസ്കാരം ക്രിസ്തുവിന് മുൻപ് തന്നെ തെക്കേ ഇന്ത്യയിൽ ഉയർന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തെക്കേ ഇന്ത്യയുടെ പുരാതന സാംസ്കാരിക പെരുമയെ വിളിച്ചോതുന്നു. 2014-നും 2017-നും ഇടയിൽ നടത്തിയ ഖനന ഗവേഷണത്തിൽ തെക്കേ ഇന്ത്യയിലെ ചരിത്രത്തിൽ അതുവരെ ഇടം കിട്ടാതിരുന്ന ഒരു മഹത് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ പ്രസിദ്ധിയാർജിച്ച മധുരയ്ക്ക് 12 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് കീലടി എന്ന ഈ പുരാവസ്തു ശേഖരമുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. വളരെയധികം നൂറ്റാണ്ടുകൾക്കപ്പുറം തെക്കേ ഇന്ത്യയിലെ ശിവഗംഗയിൽ വൈഗൈ നദീതടത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്, എന്താണ് മൺമറഞ്ഞു കിടന്നിരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തമിഴകത്തിൻ്റെ ആദിമ ചരിത്രത്തിലേക്കും വടക്കേ ഇന്ത്യയിലെ മഹത്തായ നാഗരികതയാർന്ന സംസ്കാരത്തിനോടൊപ്പം തെക്കേ ഇന്ത്യയിൽ മഹത്തായതും വ്യവസായത്തിലും സാക്ഷരതയിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിലും വീട് നിർമ്മാണത്തിലും കച്ചവടത്തിലും മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്കാരം തെക്കേ ഇന്ത്യയിലും നിന്നിരുന്നു എന്നതിന് തെളിവായിട്ടുള്ള കീലടി എന്ന ഗവേഷണ പ്രദേശം കാണാൻ പോയി. നമ്മെ വിസ്മയിപ്പിക്കുന്നതും കൗതുകകരമാക്കുന്നതുമായ കീലടിയിലെ കുഴിച്ചെടുക്കപ്പെട്ട പുരാവസ്തു ശേഖരത്തെയും കാണാനായിട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. ഈ വരുന്ന ദൃശ്യത്തിൽ 6th സെഞ്ച്വറി BCയിൽ തമിഴ്നാട്ടിൽ കീലടി എന്ന സ്ഥലത്ത് മഹത്തായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് എഴുതി ആലേഖനം ചെയ്തിരിക്കുന്നു. 2013-ൽ അമർനാഥ് രാമകൃഷ്ണൻ എന്ന ആർക്കിയോളജിസ്റ്റിൻ്റെ കീഴിൽ നടത്തിയ ഖനനത്തിൽ BC 300-നും മുമ്പായി തെക്കേ ഇന്ത്യയിൽ വൈഗൈ നദിക്കരയിലായി കീഴടി എന്ന സ്ഥലത്ത് ഒരു സമ്പന്ന സംസ്കാരം നിലനിന്നിരുന്നു എന്ന് കണ്ടുപിടിച്ചു. തമിഴ്നാട് ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിൽ നടത്തിയ 4ാമത്തെയും 6ാമത്തെയും കുഴിച്ചെടുക്കലിൽ 580 BCE മുതൽ 520 BCE വരെയുള്ള ശേഷിപ്പുകൾ കിട്ടുകയുണ്ടായി. അതിൽ നിന്നും തമിഴ് ജനത 2600 കൊല്ലത്തിനു മുൻപേ സാക്ഷരതയാർന്ന ഒരു ജനവിഭാഗമായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കീലടിയിൽ നിന്ന് കണ്ടെടുത്ത 19 കാർബൺ സാമ്പിളുകളിൽ തമിഴ് ലിപി കൊത്തിയിരിക്കുന്നതായും അത് അശോകൻ്റെ കാലഘട്ടത്തിന് മുൻപ്, അതായത് 6th സെഞ്ച്വറി BCEക്കും 3rd സെഞ്ച്വറി BCEക്കും ഇടയിലാണെന്നും കണ്ടെത്തി. ആലേഖനം ചെയ്ത ശിലാലിഖിതങ്ങളും പാത്രങ്ങളും നാണയങ്ങളും കണ്ടെടുക്കുകയുണ്ടായി. അതായത് സിന്ധു നാഗരികതയ്ക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ ആര്യ സംസ്കാരം BC 1500-നും BC 500-നും ഇടയിൽ ഉടലെടുത്തപ്പോൾ തന്നെ തെക്കേ ഇന്ത്യയിലും സമാനമായ ഒരു വലിയ സംസ്കാരം നിലനിന്നിരുന്നു എന്നതിന് അവിടെ നിന്ന് കുഴിച്ചെടുത്ത വസ്തുക്കൾ തെളിവായി നിലനിൽക്കുന്നു. ആ കാഴ്ച നമ്മളെ അത്ഭുതസ്തബ്ധരാക്കുകയും ചെയ്യുന്നു. അതെ, പാത്രങ്ങൾ, നാണയങ്ങൾ, മുദ്രകൾ എന്നിവയിലും എഴുത്ത് കണ്ടെത്തിയിരിക്കുന്നു. ഇത് അവരുടെ സാക്ഷരതയെ സൂചിപ്പിക്കുന്നു. അതായത് ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ, കീലടിയിൽ മണ്ണ് നീക്കിയപ്പോൾ കണ്ടെടുത്ത സ്ഥലത്ത് BC 800-നും BC 500-നും BC 300-നും ഇടയിൽ ആസൂത്രിതമായതും ചുട്ടെടുത്ത ഇഷ്ടികയിൽ നിർമ്മിച്ചിരിക്കുന്ന നഗരവും വീടുകളും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ നിർമ്മിച്ച തുറന്ന അഴുക്കുചാൽ, അടഞ്ഞ അഴുക്കുചാലുകൾ, ടെറക്കോട്ട രീതിയിലുള്ളവ, വെള്ളം എത്തിക്കുന്നതിനുതകുന്ന ടെറക്കോട്ട പൈപ്പുകൾ, കിണറുകൾ, വീടിനോടനുബന്ധിച്ചു തന്നെ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന വലിയ മൺപാത്രങ്ങൾ എന്നിവയോട് കൂടിയ ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും. വടക്കേ ഇന്ത്യയിലെ ആര്യ സംസ്കാരത്തിന് സമാന്തരമായി ഉയർന്ന ഒരു നാഗരിക സംസ്കാരം 6th സെഞ്ച്വറി BCയിൽ തെക്കേ ഇന്ത്യയിലെ കീലടി എന്ന സ്ഥലത്ത് അഭിവൃദ്ധി പ്രാപിച്ച് നിലവിലുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പലവിധ ചരിത്രശേഷിപ്പുകളിൽ നിന്ന് ഗവേഷണം നടത്തി തെളിയിച്ചിരിക്കുന്നു എന്നതാണ് കീലടിയിലേക്ക് നമ്മെ ആകർഷിക്കുന്നത്.
വൈഗ നദീതടത്തിലായി 2013-15 കാലഘട്ടത്തിൽ നടത്തിയ ഖനനത്തിൽ നിന്ന് വിപുലവും BC 6-ാം നൂറ്റാണ്ടിനും അപ്പുറത്തേക്ക് പോകുന്ന പഴക്കത്തിലുള്ള പരിഷ്കൃതമായ നാഗരികതയോട് കൂടിയ ഒരു ജനവാസ മേഖല കണ്ടുപിടിക്കാൻ ആർക്കിയോളജിസ്റ്റ് അമർനാഥ് രാമകൃഷ്ണൻ എന്ന ആൾക്ക് അവരുടെ കീഴിലുള്ള സംഘത്തിനും കഴിഞ്ഞു. ശാസ്ത്രീയവും സൂക്ഷ്മവുമായ നിരീക്ഷണത്തിലൂടെ 290-ലധികം സൈറ്റുകളിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിലൂടെ അവ തെളിയിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യത്തെ 3 ഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഈ ഖനനം പിന്നീട് തമിഴ്നാട് ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുത്ത് വരികയും അവിടെ നിന്ന് കിട്ടിയ പുരാവസ്തുക്കൾ ഒരു മ്യൂസിയം ഉണ്ടാക്കി അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആസൂത്രിതമായ ഇഷ്ടിക കെട്ടിടങ്ങൾ, വലുതും ചെറുതുമായവ, ആഴത്തിലുള്ളവയും അധികം ആഴമില്ലാത്തവയും സ്റ്റെപ്പുകളായിട്ടുള്ളവയുമെല്ലാം ഖനനം ചെയ്ത് കണ്ടെടുത്ത് 4 പാടും വേലി കെട്ടി നിർത്തിയിരിക്കുന്നതുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ചെറുതും വലുതുമായ മുറികൾ പോലുള്ള ഭാഗങ്ങൾ, ടെറക്കോട്ട ഡ്രെയിനേജ്, തുറന്ന ഡ്രെയിനേജ് രീതി, അടച്ചുവെച്ച ഡ്രെയിനേജ് രീതി, അതേപോലെ ചെറുതും വലുതുമായ മൺപാത്ര ഭരണികളുടെ അവശിഷ്ടങ്ങൾ, ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം, ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ ബെറിയൽ ഏൺസ് എന്നിവയെല്ലാം നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. കീലടിയിൽ നിന്ന് കണ്ടെടുത്ത 19 കാർബൺ സാമ്പിളുകളിൽ ഈ സംസ്കാരം നിലനിന്നിരുന്നത് 6th സെഞ്ച്വറി BCക്കും 3rd സെഞ്ച്വറി BCക്കും ഇടയിലാണെന്നാണ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഈ ദൃശ്യത്തിൽ 353 സെൻറ്റിമീറ്റർ നീളമുള്ളതും ചുടുകട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമായ പാത പോലെ നീണ്ടുകിടക്കുന്ന ചരിത്രാവശിഷ്ടത്തിന് 580 BCE വരെയുള്ള പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഇതെന്താണെന്നറിയാമോ? ടെറാക്കോട്ട കൊണ്ട് നിർമ്മിച്ച റിംഗ് വെൽസാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ ഡ്രെയിനേജ് സിസ്റ്റവും ക്ലോസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റവും ഉണ്ടായിരുന്നതിനും തെളിവുകളുണ്ട്. പാണ്ഡ്യരാജവംശത്തിൻ്റെ അധീനതയിലുള്ള പെരുമണലൂർ എന്ന സ്ഥലമാണിതെന്ന് ചരിത്രകാരന്മാർ അനുമാനിച്ചെടുത്തിരിക്കുന്നു. തമിഴ്നാട് ആർക്കിയോളജി വിഭാഗം നടത്തിയ ഗവേഷണ പഠനത്തിൽ നിന്നും 6th BCE മുതൽ 1st CE വരെ നിലനിന്ന 2600 വർഷത്തെ പഴക്കമുള്ള ഈ സംസ്കാരത്തിൻ്റെ 7500 വസ്തുക്കൾ ഗവേഷണ വിധേയമാക്കുകയുണ്ടായി. പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത നെയ്ത്തുപകരണങ്ങളും ഡൈ ചെയ്യുന്ന രീതിയും മറ്റും വ്യാവസായിക വളർച്ചയെ കാണിക്കുന്നതാണ്. ചുടുകട്ട നിർമ്മാണം നല്ല രീതിയിൽ തന്നെ നടത്തിയിരുന്നു. അതുപയോഗിച്ച് അവർ വീടുകൾ നിർമ്മിക്കുകയും അഴുക്കുചാലുകളും മറ്റും നല്ല സംവിധാനത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിരുന്നതായി കാണാൻ കഴിയുന്നു. അവിടെ നിന്നും കണ്ടെത്തിയ ടെറക്കോട്ട ഡ്രെയിനേജ് രീതി ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. കൂടാതെ ഓപ്പൺ ഡ്രെയിനേജ് സിസ്റ്റവും ക്ലോസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റവും അവർക്ക് വശമുണ്ടായിരുന്നു എന്നതിനും ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് ആയുധങ്ങളോ ആരാധനാമൂർത്തികളോ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചിത്രലിപികൾ, മുദ്രകൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ചെറിയ ചെറിയ ആയുധങ്ങൾ, മുത്തുകൾ, വില കൂടിയ രത്നങ്ങൾ, പവിഴങ്ങൾ, സീലുകൾ, ടെറക്കോട്ട റിങ്ങുകൾ, ചുട്ട ഇഷ്ടിക കൊണ്ടുള്ള ബ്രിക്സ് വർക്കുകൾ എന്നിവയെല്ലാം ധാരാളമായി കാണുകയും ചെയ്യുന്നുണ്ട്. കരുക്കൾ ഉപയോഗിച്ചുള്ളതും പല്ലാങ്കുഴി എന്ന വിനോദത്തിലും ഇവർ ഏർപ്പെട്ടിരുന്നു. വടക്കേ ഇന്ത്യയിലെ നാഗരിക സംസ്കാരത്തിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു കീലടിയിലേത് എന്നതിന് ഇനിയും പല തെളിവുകളുമുണ്ട്. അവിടെ നിന്നും കിട്ടിയ ബ്രഹ്മി തമിഴ് എഴുത്തുകൾ അവരുടെ സാക്ഷരതയെ സൂചിപ്പിക്കുന്നു. മൺപാത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന ആദിയാൻ, കുമിരൻ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ അവർക്ക് ലിപികളെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. അവയെല്ലാം മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ കാണാം. കീലടിയിലെ ഖനനത്തിനുപയോഗിച്ച ചെറിയ ചെറിയ പണിയായുധങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വളരെയധികം സൂക്ഷ്മമായും ശാസ്ത്രീയമായും ആഴത്തിലുമുള്ളതായ
ഖനന പ്രക്രിയയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങളാണ് ഇവ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചെറിയ പണിയായുധങ്ങൾ. 1100 ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിപ്പിക്കുന്ന ചൂളകളെ പറ്റിയും അവർക്കറിയാമായിരുന്നു. ഇത് വസ്ത്രനിർമ്മാണത്തിൽ ഡൈ ചെയ്യാൻ ഉപയോഗിച്ചതായിരിക്കാമെന്ന് കരുതുന്നു. കൊർണേലിയസ് എന്ന സ്റ്റോൺ ഗുജറാത്തുമായുള്ള വ്യാപാര ബന്ധത്തെയും റോമൻ പാത്രങ്ങളും റോമൻ നാണയങ്ങളും റോമുമായുള്ള വ്യാപാര ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ഖനനം നടത്തിയപ്പോൾ കിട്ടിയ പലതരത്തിലും വലിപ്പത്തിലുമുള്ള ജാറുകൾ, അതേപോലെ തന്നെ സ്വർണ്ണ ബാറുകൾ എന്നിവയും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ചുടുകട്ട നിർമ്മാണത്തിൽ ഇവർ വളരെയധികം വൈദഗ്ധ്യമുള്ളവരാണെന്ന് ഈ ചിത്രം വിളിച്ചോതുന്നു. വെള്ളം സുഗമമായി ഒഴുക്കി വിടുന്നതിന് വേണ്ടി 50 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചാലുകളാണ് ഇവ. നെയ്ത്തുപകരണങ്ങളാണ് ഇവ. ചരിത്ര വസ്തുക്കളുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ട അടയാളങ്ങൾ സിന്ധു നദീതട സംസ്കാരങ്ങളിൽ കണ്ട മുദ്രകളോട് സാമ്യമുള്ളതായിട്ട് ഗവേഷകന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഗവൺമെൻറ് സീൽസ്, മൺപാത്ര കലങ്ങൾ, റിംഗ് വെൽസ്, സൂചികൾ, ടെറക്കോട്ട പൈപ്പ് എന്നിവയെല്ലാം കണ്ടുപിടിച്ചതിൽപ്പെടുന്നു. പലതരത്തിലുള്ള മൺപാത്രങ്ങൾ, കത്തികൾ, ലോഹവസ്തുക്കൾ, നൂൽക്കുന്ന ഉപകരണങ്ങൾ, ഇരുമ്പ് ചെമ്പ് ഉപകരണങ്ങൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ, മുത്തുമണികൾ, സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ എന്നിവ ധാരാളമായി കിട്ടിയിട്ടുണ്ട്. ലോഹങ്ങൾ ഉരുക്കുന്ന വിദ്യയും വസ്ത്രങ്ങൾ ഡൈ ചെയ്യുന്നതിനുള്ള വിദ്യയും അവർക്ക് വശമായിരുന്നു. മറ്റു പല പഴക്കം ചെന്ന സിവിലൈസേഷനും ഇല്ലാത്ത സമയത്താണ് തമിഴ്നാട്ടിലെ കീലടി എന്ന സ്ഥലത്ത് ഈ സംസ്കാരം ഉടലെടുത്തത്. ഏറ്റവും പഴക്കം ചെന്ന ലിപിയായ ബ്രഹ്മിയോട് റിലേറ്റഡ് ആയിട്ടുള്ള തമിഴ് ബ്രഹ്മിയാണ് കാണുന്ന സ്ക്രിപ്റ്റ്. എന്നാൽ ശാസ്ത്രീയവും സൂക്ഷ്മവുമായ പഠനത്തിലൂടെ അവിടെ നിന്ന് കുഴിച്ചെടുത്ത വസ്തുക്കൾ വെച്ച് ഗവേഷണം നടത്തി സംഘകാലഘട്ടത്തിനും മുൻപ് 800 വർഷങ്ങളോളം തന്നെ പഴക്കമുള്ള അതായത് വടക്കേ ഇന്ത്യയിലെ ആര്യ സംസ്കാരത്തിന് തന്നെ ഒരു തുടർച്ചയെന്നോണമുള്ള ഒരു മഹത്തായതും സമ്പന്നമായതും വാണിജ്യപരമായും കാർഷികപരമായും ഉയർന്നതുമായ ഒരു സംസ്കാരം തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നതാണ് കീലടിയുടെ പ്രശസ്തിക്കും പെരുമയ്ക്കും കാരണം. ഈ ഗവേഷണ പ്രക്രിയ പിന്നീട് തമിഴ്നാട് ഗവൺമെൻറ് ഏറ്റെടുത്തതോടെ അവർ അവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കി അവിടെ നിന്ന് കണ്ടുകിട്ടിയ എല്ലാ വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ാം ഭാഗമായി മ്യൂസിയത്തിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സിന്ധു നദീതട സംസ്കാരമെല്ലാം ചിത്രത്തിൽ കണ്ടുപഠിച്ച നമുക്ക് നമ്മുടെ തൊട്ടരികെ മധുരയിൽ നമ്മെ അത്ഭുതപരതന്ത്രരാക്കുന്ന കീലടി എന്ന മഹത്തായ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കാണാൻ കഴിഞ്ഞാൽ വളരെ നല്ലതല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സപ്പോർട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് കരുതുന്നു. പോയി കാണണമെന്നും അറിയിക്കുന്നു. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.